ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ സൈക്കിൾ റിവീലിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സൈക്കിളിൻ്റെ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു, നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിലൊന്ന് കാണാം. ഇതാണ് വണ്ടീൻ്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ. ഒരു സൈഡ് ലുക്ക് ഇതാണ് വരുന്നത്. ഫ്രണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിതിൽ എന്തൊക്കെ വർക്ക് ചെയ്തു എന്ന് നോക്കിയാൽ അത് തന്നെ വന്നിട്ട് ഒരു റിഫ്ലക്ടർ കയറ്റി, ബ്ലാക്ക് ഒരു റിഫ്ലക്ടർ കയറ്റി നമ്മൾ, പിന്നെ അതൊരു ലൈറ്റ് നമ്മൾ ചെയ്തു, ഒരു ബ്ലിങ്ക് ലൈറ്റും പിന്നെ ഒരു പവറും നോർമലും അത് നമ്മൾ ചെയ്തു. പിന്നെ വന്നിട്ട് വണ്ടിയുടെ കളർ നമ്മൾ മാറ്റി. ആദ്യം വന്നിട്ടൊരു നിങ്ങൾ കണ്ടാറ് ചുവപ്പ് കളറായിരുന്നു. ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും കൊടുക്കാം. ചുവപ്പായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് അടിച്ച കളറ്. ബ്ലാക്കിൽ വന്നിട്ട് നമ്മളിത് ഈ ഒരു സ്റ്റിക്കർ വന്നിട്ട് ആദ്യം വന്നിട്ട് DTB ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി. പിന്നെ നമ്മൾ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ നോർമലായിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്ത്. പക്ഷേ അടുത്ത് ചെറിയ പരിപാടി എടുക്കുന്നുണ്ട്, അതിൻ്റെ ചെറിയൊരു ഇതുണ്ടാവും വീഡിയോയിൽ. ഇത് നമ്മളിവിടെ സ്റ്റിക്കർ അടിച്ചു. വലിയ വേറെ വർക്കും ചെയ്തിട്ടില്ല, ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം ഫിനിഷിങ് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളെ വണ്ടീൻ്റെ ഒരു ഫുൾ ലുക്ക്. എന്നിട്ട് ഹെർക്കുലീസിൻ്റെ ബ്രൂട്ട എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഈ സ്റ്റിക്കർ വാങ്ങിയിട്ട്. സ്റ്റിക്കറിന് വന്നിട്ട് 60 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. പിന്നെ ഈ വണ്ടിയിൽ മൊത്തത്തിൽ എനിക്ക് ഇത്ര കോസ്റ്റ് ആയെന്ന് വെച്ചാൽ, ഞാൻ ഇത് മാത്രമല്ല, ഇത് ക്രാഡിയാക്കും അവിടെ പണിയാൻ കയറ്റിയാണ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒന്നിച്ചാണ് കേസ് വർക്ക് എടുക്കുന്നത്. അപ്പം പെയിൻറ്റിങ്ങിന് ഞാൻ രണ്ടും കൂടി ഒന്നിച്ചാണ് ചെയ്തത്. അപ്പോൾ രണ്ടും കൂടി പെയിൻറ്റിങ് നോക്കുകയാണെങ്കിൽ എനിക്ക് വന്നിട്ട് 390 രൂപ ചിലവ് വന്നിട്ടുള്ളൂ പെയിൻറ്റിന്. ഒരു പെയിൻറ്റിന് എന്താ പറയുക 130 രൂപ ഇവിടെ വില വരുന്നുള്ളൂ സ്പ്രേ പെയിൻറ്റിന്. അപ്പോൾ അത് വാങ്ങി ചെയ്ത് എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാണ്ട് കമൻറ്റ് ചെയ്തോ. പിന്നെ വന്നിട്ട് നമ്മൾ കട്ട ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒരു റെഡ് കട്ട കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വലിയ വർക്കൊന്നും വേറെ ചെയ്തിട്ടില്ല, നൈസ് വർക്കാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തത്. ഈ സീറ്റ് കവർ വന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്താണ്. ഓക്കെ, നമ്മൾ സീറ്റ് കവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് സീറ്റ് കവർ ഇത് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയത് ആഡ് ആയതുണ്ട്. ഇവിടെ എടുത്തടുത്തൊക്കെ വീടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് വരും. ആരും അത് കാര്യമാക്കണ്ട. നമുക്ക് എന്തായാലും ഫുള്ളതേ ബ്രൂട്ട് നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നൈസാക്കി വെച്ചിട്ടുണ്ട് വണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ള് വർക്കൊക്കെ ചെയ്ത് കിട്ടില്ല പൊളിക്കുസ്കി വണ്ടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മൾ വന്നിട്ട് ഹാൻഡിൽ ബാർ ചെയ്തു, ഹാൻഡിൽ കവറ്, ഹാൻഡിൽ ബാർ വന്നിട്ട് പെയിൻറ്റ് ചെയ്തു. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്താണ്. ബ്ലാക്ക് വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. സ്പ്രേ പെയിൻറ്റ് ബാക്കി വന്നപ്പോൾ ഇത്തിരി അടിച്ചാണ് എന്നിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മോഡിഫൈ ചെയ്താണ് കേട്ടോ, കേബിൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. പിന്നെ ഇതിൻ്റെ ഒരു റിവീലിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും കയറി കാണാം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.